ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ശേഷം സംസ്ഥാനം വിട്ട സിജിത്തിനെ കർണാടകയിലെ മൈസൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. 2 ദിവസത്തിലധികമായി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് സിജിത്ത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വടകര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി. തുടർന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് പ്രകാരം 14 ദിവസത്തേക്ക് സിജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊലപാതകം, ഗൂഢാലോചന, സംഘം ചേരൽ, മാരകായുധം കൈവശം വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി 148, 143, 149, 308, 302 ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് സിജിത്തിന്റെ പേരിലുള്ളത്. സിജിത്തിനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു. സിജിത്തിന്റെ കൈത്തണ്ടയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം പച്ച കുത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ 7-അംഗ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് സിജിത്തെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് നിർണായക മൊഴിയാണ് സിജിത്തിൽ നിന്നും പോലീസിന് ലഭിച്ചത്. കൊലപാതകത്തിന് ശേഷം കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയതായി സിജിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിനിടെ സിജിത്തിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആദ്യം കൂത്തുപറമ്പ് സഹകരണ ആശുപത്രിയിലും പിന്നീട് തലശ്ശേരി മിഷൻ ആശുപത്രിയിലും ചികിത്സ തേടി. ഇതിന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ 2 പേരാണ് സഹായം ചെയ്തതെന്നും രക്ഷപ്പെടാൻ ഇവർ വാഹനം ഏർപ്പാട് ചെയ്തതായും സിജിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ഗൂഢാലോചന സംബന്ധിച്ചും കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഒളിത്താവളം സംബന്ധിച്ചും സിജിത്തിൽ നിന്ന് വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലുള്ള കുന്നുമക്കൽ ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രനെ സന്ദർശിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കോടതിയെ സമീപിച്ചു. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത്. ഹർജി നാളെ പരിഗണിക്കും. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.